2 മണിക്കൂർ തിയേറ്ററിൽ ത്രില്ലടിച്ചിരിക്കണോ? ടിക്കറ്റ് എടുത്ത് കയറിക്കോ. അമ്മാരി കിടിലൻ ഐറ്റം ചത്തപ്പച്ച. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചത്താപ്പച്ച കണ്ടു. ഒരു രക്ഷയില്ല. WWE സ്ഥിരം കാഴ്ചക്കാരായിരുന്ന നമ്മൾ ഉറപ്പായും നൊസ്റ്റാൾജിയയിലേക്ക് പോകും. മലയാളത്തിൽ ഒരു WWE ആണ് പിള്ളേര് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, കമിയോ എല്ലാം കിടിലും. പിന്നെ നമ്മുടെ ഇക്ക വരുന്നതോടുകൂടി സിനിമയുടെ റേഞ്ച് അങ്ങ് മാറും. സെക്കൻഡ് ഹാഫിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫില് ഇക്ക വരുന്നതോടുകൂടി വേറെ ലെവലിലോട്ട് പോകും. ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അർജുൻ അശോകന്, വിശാഖ് നായർ, റോഷൻ മാത്യു, പിന്നെ കോമഡി സീനിലുള്ള 3 പേരുണ്ട്. അവരുമാണ്. കിഡിലൻ ഫൈറ്റ് സീനിൽ പക്ക കോമഡി എലമെന്റ്, അതാണ് ഈ ചിത്രം. ഇത് ഒരിക്കലും OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ പടം തിയേറ്ററിൽ മാത്രമേ കാണൂ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, സിനിമാറ്റോഗ്രാഫി, പിന്നെ കോസ്റ്റ്യൂം ടീം, ഇവര് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. കോമഡിക്ക് കോമഡി, ഫൈറ്റിന് ഫൈറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ പൾസ് അറിഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന പടം. തല്ലുമാലയ്ക്ക് മുകളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇത് 100 കോടിയിൽ നിന്ന് എണ്ണി തുടങ്ങാം. അതുപോലെയാണ് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ തോന്നി. റൈറ്റിംഗ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടിരുന്നുവെങ്കിൽ പടം വേറെ ലെവലായേനെ. ട്രെയിലറിൽ കിട്ടിയ ആ ഒരു ഹൈപ്പ് അത് കീപ്പ് ചെയ്യാൻ ഡയറക്ടറിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും പിന്നെ ഇതിൽ അഭിനയിച്ചവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ അറിയണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.